മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ വയനാട് കള്ളാടിയിൽ ഇനിയും കണ്ടെത്താനുള്ള ആൾക്കായി തിരച്ചിൽ ഈ ദിവസവും തുടരുകയാണ്. ഹിമാചൽ പ്രദേശ് സ്വദേശി വിക്രം റാണയെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ബംഗാൾ സ്വദേശി രാകേഷ് ഗുജേതിന്റെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തിയിരുന്നു. കള്ളാടിയിൽ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ മാറിയാണ് രാകേഷ് ഗുജേതിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മീനാക്ഷി പുഴയിൽ നിന്നാണ് രാവിലെയോടെ ഈ മൃതദേഹം കണ്ടെത്തിയത്. പശ്ചിമബംഗാൾ സ്വദേശിയായ രാകേഷ് ഈ ദിലീപ് ബിൽകോൺ കമ്പനിയിലെ സർവേയർ ആയിരുന്നു. ഇനി ഒരാളെ കൂടിയാണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കണ്ടെത്താനുള്ളത്. വിക്രം റാണ ഹിമാചൽ പ്രദേശ് സ്വദേശിയാണ്. നിർമ്മാണ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തെ ആണ് ഇനി കണ്ടെത്താനുള്ളത്. ഇന്നും ഊർജിതമായ തെരച്ചിലാണ് കള്ളാടി മേഖലയിൽ നടന്നത്. സോണുകൾ തിരിച്ച് ഉള്ള പരിശോധനയായിരുന്നു. NDRFും ഫയർഫോഴ്സും അതുപോലെ സന്നദ്ധ പ്രവർത്തകർ, തുർക്കി ജീവൻ രക്ഷാ സമിതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ, വൈറ്റ് ഗാർഡ് തുടങ്ങിയ എല്ലാവരും ഇന്ന് തെരച്ചിലിൽ സജീവമായിരുന്നു. ഇടവിട്ട ചെറിയ മഴ പെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഇന്ന് കാലാവസ്ഥ അധികം പ്രതികൂലമായില്ല. വൈകിട്ടോടെയാണ് കോടയൊക്കെ ഇറങ്ങി കുറച്ച് നേരം മഴ പെയ്തത്. പക്ഷേ ഈ വിക്രം റാണയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വിജയിച്ചില്ല. ഓരോ സ്ഥലത്തും കെടാവർ നായകളെ ഉപയോഗിച്ച് സേനാംഗങ്ങൾ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇപ്പോഴും പ്രതീക്ഷയോടെ തന്നെയാണുള്ളത്. രാത്രി വൈകിയും തെരച്ചിൽ തുടരും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് മന്ത്രിമാരായ KM ഷാജിയും സണ്ണി ജോസഫും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രദേശത്തെത്തിയിരുന്നു. മന്ത്രി T സിദ്ദിഖ് കള്ളാടിയിൽ തന്നെ കേന്ദ്രീകരിച്ച് തെരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.